ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? സ്ക്രീൻ അതെ, കാണുന്നുണ്ടോ? കാണാം. ഉണ്ട്, ഉണ്ട്. നമ്മളിപ്പോ ഇന്ന് എടുക്കാൻ പോകുന്നത് മലയാള വ്യാകരണത്തിലെ തദ്ധിതം എന്ന ഭാഗമാണ്. തദ്ധിതം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. തദ്ധിതം എന്ന് പറഞ്ഞാല് നമ്മൾ നാമത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ തദ്ധിതത്തെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ നാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, ഒരു സാധനത്തിനെയൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുക? നാമം ഉപയോഗിക്കാറുള്ളത്, അല്ലെ? നാമം ഉപയോഗിക്കാറുള്ളത് അതെ, കേൾക്കുന്നില്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. നാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനം, ഒരു സ്ഥലം, അങ്ങനെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെ സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിക്കാനാണ് നമ്മൾ നാമം ഉപയോഗിക്കാറുള്ളത്. അതിൽ തന്നെ എന്തുണ്ട്? പലതരത്തിലുള്ള നാമങ്ങളുണ്ട്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ ഏകനാമങ്ങൾ പോലെ നമ്മൾ പിന്നെ സർവ്വനാമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അയാളെ തന്നെ സൂചിപ്പിക്കാൻ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഹി എന്ന് പറയുന്ന പോലെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചില പ്രത്യേകമായിട്ട് നമ്മൾ ഇപ്പോൾ കാലാവസ്ഥയിലെ മേഘം, മഞ്ഞ്, അതിനെയൊക്കെ പറയുന്നതിന് വേണ്ടി വേറെ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് അത്തരം നാമങ്ങളുണ്ട്. മേയനാമങ്ങളുണ്ട്, സർവനാമങ്ങളുണ്ട്, സമൂഹനാമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാമം പറഞ്ഞപ്പോ, അല്ലെ? അപ്പോ നാമത്തിൽ നിന്ന് ഉണ്ടാകുന്നതിനെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. നാമത്തിൽ നിന്ന് ഉണ്ടാകുന്ന പുതിയൊരു നാമം എന്നുള്ള പോലെയാണ് നമ്മൾ തദ്ധിതത്തിന് കാണേണ്ടത്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നാമമില്ലെങ്കിൽ എന്തില്ല? തദ്ധിതം ഉണ്ടാവില്ല. അപ്പോ ഒരു നാമം ഉണ്ടാകുന്നതിന് എന്ത് അത്യാവശ്യമാണ്? അല്ലെങ്കിൽ ഒരു നാമത്തിൽ നിന്ന് ഒരു തദ്ധിതം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു നാമം അത്യാവശ്യമാണ്. അപ്പൊ നാമത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു നാമം തന്നിട്ട് ആ നാമത്തിന്റെ തദ്ധിതം ഏതാണെന്നൊക്കെയാണ് നമ്മളോട് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ നമുക്കറിയാം, സാധാരണ നമ്മൾ കേൾക്കുന്ന പല വാക്കുകളുടെയും തദ്ധിതങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് ആ നാമത്തിന്റെ തദ്ധിതമാണെന്ന് നമ്മൾ അങ്ങനെ തിരിച്ചറിയാറില്ല. അതുകൊണ്ടാണ് നമുക്കത് വേർതിരിക്കാൻ പരീക്ഷകൾക്കൊക്കെ പറ്റാത്തത്. അപ്പൊ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അതിനു മുൻപ് തദ്ധിതം എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ പറയാം. നാമത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്ത്? തദ്ധിതം. അപ്പൊ നാമത്തിന് തുല്യമായിട്ടുള്ള ഒരു നാമപദം എന്നൊക്കെ നമുക്ക് തദ്ധിതത്തിന് പറയാം. നമുക്ക് എഴുതുമ്പോൾ എഴുതി വയ്ക്കാം ഒരു ഡെഫിനീഷൻ പോലെ. എന്ത്? നാമത്തിന് തുല്യമായൊരു നാമപദമാണ് എന്ത്? തദ്ധിതം. മനസ്സിലാവുന്നില്ലേ? അപ്പൊ നാമത്തിൽ നിന്ന് ഉണ്ടാവുന്നതും നാമത്തിന് ഈക്വൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതുമായിട്ടുള്ള വാക്കുകളെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് സത്യത്തിൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് തദ്ധിതം എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ തദ്ധിതം എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറയുന്നതിന് മുന്നേ നമുക്ക് പറയാം, ഒരു നാമം ഉണ്ടെങ്കിലാണ് ഒരു തദ്ധിതം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു നാമത്തിൽ നിന്ന് മാത്രം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ് എന്ത്? തദ്ധിതം. ഒരു നാമത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ് തദ്ധിതം എന്നതുകൊണ്ട് എന്ത് വേണം? തദ്ധിതം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു നാമം വേണം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഒന്നുകൂടെ പറയണോ എന്താണ് തദ്ധിതം നാമവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്? അപ്പൊ ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പൊ നാമത്തിന് അല്ലെങ്കിൽ നാമവും തദ്ധിതവും തമ്മിലുള്ള ഒരു ബന്ധം പറയുമ്പോൾ നമുക്ക് ഒരു 2-3 നാമപദങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഈ ഉദാഹരണം നോക്കാം. കാണുന്നില്ലേ സ്ക്രീൻ? അപ്പൊ ഇതിൽ ഒരു നാമപദം ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത് ജനകൻ എന്ന നാമമാണ്. ജനകൻ എന്നുള്ളത് എന്താണ്? ഒരു നാമമാണ്. അപ്പൊ ഇതിനടിയിൽ എഴുതിയിട്ടുള്ളത് ഭീമൻ എന്നുള്ളതാണ്. അതും ഒരു നാമമാണ്. ഓരോ വ്യക്തികളെ സൂചിപ്പിക്കുന്ന 2 നാമമാണ് നമ്മൾ പറഞ്ഞത്. ജനകൻ എന്നത് ആ വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭീമൻ എന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യക്തി സംബന്ധമായിട്ടുള്ള ഒരു നാമപദമാണ്. അതിന്റെ അടിയിൽ നമുക്ക് കാണാം ബാലൻ. അതും എന്താണ്? ഒരു നാമമാണ്. അതേപോലെ വൃദ്ധൻ. ഇതൊക്കെ ഈ 4 എന്താണ്? 4 നാമങ്ങളാണ്. പ്രത്യേകിച്ച് ഓരോ വ്യക്തി
വ്യക്തികളെ നമ്മൾ സ്പെസിഫിക് ആയി സൂചിപ്പിക്കുന്ന നാമങ്ങളാണ് ജനകനും ഭീമനും, ഇവിടെ കൊടുത്ത ബാലനും വൃദ്ധനും ഒക്കെ. ഇനി ഈ ജനകനിൽ നിന്നും അല്ലെങ്കിൽ ഭീമൻ, ബാലൻ, വൃദ്ധൻ എന്നൊക്കെ എഴുതിയെന്ന് ഇതിന്റെ തദ്ധിതം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നാമത്തിന് തുല്യമായിട്ടുള്ള ഒന്നാണ് എന്ത്? തദ്ധിതം. അപ്പൊ നാമത്തിന് തുല്യമായിട്ട് തദ്ധിതമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ജനകനോട് ബന്ധമുള്ള അല്ലെങ്കിൽ ജനകൻ എന്നുള്ള ഒരു നാമം ഉണ്ടായത് കൊണ്ട് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ജനകൻ എന്നുള്ള ഒരു നാമത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു തദ്ധിതം അതിനുണ്ട്. ജാനകി എന്ന് നമ്മൾ പറയാറില്ലേ? ജനകന്റെ മകളാണ് ജാനകി. അപ്പൊ ജനകൻ എന്ന വാക്കിന്റെ തദ്ധിതമാണ് എന്ത്? ജാനകി എന്ന് പറയുന്നത്. ജനകൻ എന്ന നാമത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ജാനകി എന്നൊരു പുതിയ നാമപദം അല്ലെ ഉണ്ടാവുന്നത്. അപ്പോ ജനകൻ എന്ന ഒരു നാമം, ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന ആ നാമത്തിനെ നമ്മൾ ഒന്നും കൂടെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ നാമത്തിന് പുതിയൊരു നാമപദം കണ്ടെത്തുമ്പോൾ ജനകന്റെ മകളുടെ പേര് ജാനകി. ഈ ജാനകി എവിടെ നിന്ന് വന്നു? ജനകൻ എന്ന നാമത്തിൽ നിന്ന് വന്നു അല്ലെ? അപ്പൊ ജാനകി എന്നുള്ളതിനെ നമ്മൾ പിന്നിലേക്ക് വായിക്കുമ്പോൾ എന്താണ്? ജാനകി എന്നിട്ടുള്ള പുതിയ നാമപദം ഉണ്ടായത് ജനകൻ എന്ന നാമപദത്തിൽ നിന്ന്. അതിന്റെ അർത്ഥം ജനകന്റെ മകൾ. അപ്പൊ ജനകൻ എന്നുള്ള വാക്കും ജാനകി എന്നുള്ള വാക്കും രണ്ട് നാമപദമാണ്. രണ്ടും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. അപ്പോ ജനകൻ എന്നുള്ള നാമമില്ലാതെ എന്തുണ്ടാവുന്നില്ല? ജാനകി എന്ന വാക്ക് അല്ലെങ്കിൽ ജാനകി എന്ന നാമപദം ജനകനോട് ബന്ധമുള്ള അല്ലെങ്കിൽ ജനകനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ജാനകി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ജനകൻ എന്നുള്ള വാക്ക് വേണം. അല്ലെങ്കിൽ ജനകൻ എന്നുള്ള വാക്കല്ല, നാമം വേണം അല്ലെ? അപ്പോ ജനകൻ എന്ന നാമത്തിൽ നിന്ന് ജാനകി എന്നുള്ള വാക്കുണ്ടാവുമ്പോ ജനകന്റെ തദ്ധിത രൂപം ഏതായിരിക്കും? ജാനകി. അപ്പൊ ജനകൻ എന്ന നാമത്തിൽ നിന്ന് പുതിയ നാമപദം ഉണ്ടായി, അത് ജാനകിയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ജാനകി എന്നുള്ളത് അതിന്റെ തദ്ധിത രൂപമാണ്. അല്ലെങ്കിൽ ജനകൻ എന്ന വാക്കിന്റെ തദ്ധിതമാണ് ഏത്? ജാനകി. അപ്പൊ നമ്മൾ പറഞ്ഞു നാമത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? പുതിയ നാമപദമായിട്ടുള്ള തദ്ധിതം ഉണ്ടാവുക. ആ നാമവും പുതിയതായിട്ടുണ്ടാവുന്ന നാമപദമായിട്ടുള്ള തദ്ധിതവും തമ്മിൽ ബന്ധമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ പൂർണ്ണമായിട്ടും അതെന്താവില്ല, നാമം തന്നെ ആയിരിക്കില്ല. അതുപോലെ ജനകൻ എന്ന് തന്നെയല്ല, നമ്മള് ജാനകി എന്നാകുമ്പോ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ടല്ലോ, കാണാൻ പറ്റുമല്ലോ. പക്ഷെ എന്താണ്, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് എഴുതിയ ഉദാഹരണം ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പൊ ഭീമൻ എന്നുള്ള നാമം എഴുതിയാന്ന്. ഇപ്പൊ ഭീമൻ എന്നുള്ള വാക്കിൽ നിന്ന് ഭീമന്റെ മകളെ നമ്മൾ പറയാ ഭൈമി എന്നാണ്. കേട്ടിട്ടില്ലേ ഭൈമി? അപ്പൊ ഭീമൻ എന്നുള്ള നാമത്തിൽ നിന്നുണ്ടാവുന്ന പുതിയ നാമപദമായിട്ടുള്ള ഭൈമി എന്തായിരിക്കും? ഭീമന്റെ ഏത് രൂപമായിരിക്കും? ഭീമൻ എന്നുള്ള നാമത്തിന്റെ തദ്ധിത രൂപമായിരിക്കും. അപ്പൊ ഭീമൻ എന്നുള്ള നാമത്തിന്റെ നാമരൂപം, പുതിയ നാമരൂപമായിട്ടുള്ള ഭൈമി ഉണ്ടാവുമ്പോ ആ ഭൈമി അതിന്റെ തദ്ധിതമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ജനകനായാലും ഇപ്പൊ പറഞ്ഞ ഭീമനായാലും രണ്ട് നാമങ്ങളിൽ നിന്ന് എന്താണ്, രണ്ട് പുതിയ നാമപദങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാം അല്ലേ? പിന്നെ നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ ഞാനത് ഇതിൽ എഴുതി ചേർത്തിട്ടില്ല. അപ്പോ ബാലൻ എന്ന് പറയുന്നുണ്ട് അല്ലെ? ബാലൻ എന്ന് പറയുമ്പോൾ നമ്മള് ബാല്യം എന്നുള്ളതാണ് അതിന്റെ തദ്ധിത രൂപം. ബാലൻ എന്നുള്ള വാക്കില്ലെങ്കിൽ അവിടെ എന്തില്ല, ബാല്യം എന്നുള്ള വാക്ക് നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലെ? ഇനി ഇതില് അടുത്ത ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ വൃദ്ധൻ എന്ന് എഴുതുകയാണ്. അപ്പൊ വൃദ്ധൻ എന്ന് എഴുതുകയാണെങ്കിൽ വൃദ്ധൻ എന്നുള്ള വാക്കുന്നാണ് എന്തുണ്ടാവുക, അല്ലെങ്കിൽ വൃദ്ധൻ എന്നുള്ള നാമത്തിൽ നിന്നാണ് വാർദ്ധക്യം എന്നുള്ള വാക്കുണ്ടാവുക. അപ്പോ വൃദ്ധൻ എന്ന നാമത്തിന്റെ നാമപദം അല്ലെങ്കിൽ പുതിയൊരു നാമരൂപമാണ് അല്ലെങ്കിൽ തദ്ധിതമാണ് വാർദ്ധക്യം. രണ്ടും തമ്മിൽ ബന്ധമുണ്ടല്ലോ. അതാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ എഴുതിയ ജനകൻ, ഭീമൻ, അതേപോലെ പറഞ്ഞ ബാലൻ, അതേപോലെ വാർദ്ധക്യവും വൃദ്ധനും തമ്മിലുള്ളത്. ഇനി തദ്ധിതങ്ങള് പല രൂപത്തിലുണ്ട്. മലയാളത്തിലെ നാമങ്ങളൊക്കെ പല രൂപത്തിലുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു 3-4 തരത്തിൽ തദ്ധിതങ്ങൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് തന്മാത്രാ തദ്ധിതം. എന്താണ്
തന്മാത്ര തദ്ധിതമാണ് തദ്ധിതത്തിന്റെ ആദ്യ രൂപമായിട്ട് വരുന്നത്. തന്മാത്ര തദ്ധിതം നമ്മൾ ഈ വാക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിലും പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണമാണ്. അപ്പോ സാധാരണ മലയാളത്തില് മാ അല്ലെങ്കിൽ തം, ത്വം എന്നൊക്കെ അവസാനം വരുന്ന വാക്കുകളുണ്ട്. ഇപ്പൊ മാ അവസാനം വരുന്ന ഒരു വാക്കാണ് പുതുമ, അല്ലെ? കേൾക്കുന്നില്ലേ? പുതുമ, അതേപോലെ വെണ്മ, നീലിമ, അങ്ങനെ കുറെ വാക്കുകളുണ്ട്. അതിന്റെയൊക്കെ അവസാനം മാ എന്നുള്ള അക്ഷരാണ് വരുന്നത്. ഇങ്ങനെ അവസാനം വരുന്നതിന് നമ്മൾ പ്രത്യയങ്ങൾ എന്ന് പറയും, പ്രത്യയം, അല്ലെ? അതേപോലെ ചില വാക്കുകളിൽ മലയാളത്തിൽ അത് അവസാനിക്കുന്നത് തം എന്ന വാക്കോട് കൂടിയിട്ടാണ് അവസാനിക്കുക. അടിമത്തം, കാട്ടാളത്തം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, അല്ലെ? കുട്ടിത്തം, കുട്ടിത്തം, മലയാളിത്തം, അല്ലെ? അപ്പൊ അങ്ങനെ അവസാനിക്കുന്ന വാക്കുകളുണ്ട്. പിന്നെ ചില വാക്കുകള് ത്വം എന്ന് പറഞ്ഞ് അവസാനിക്കാറുണ്ട്. ഏതൊക്കെയാണ്? മഹത്വം, ഗുരുത്വം, സ്വത്വം. സത്യം കറക്റ്റ്ലി അങ്ങനെ വരുന്നത് ഒന്നല്ല. കുറച്ച് നീണ്ട വാക്കുകളിൽ സംസ്കൃതവുമായിട്ടൊക്കെ ബന്ധമുള്ള വാക്കുകളിലാണ് ഈ ത്വം, ഗുരുത്വം അങ്ങനെ ഒരു വാക്കിന് ഉദാഹരണമാണ്. മഹത്വം ഉദാഹരണമാണ്. ലഘുത്വം ഉദാഹരണമാണ്. അതൊക്കെയാണ് ഈ ത്വം എന്നുള്ള വാക്ക് വെച്ച് അവസാനിക്കുന്നത്. അപ്പൊ വാക്ക് വെച്ച് അവസാനിക്കുമ്പോഴാണ് നമ്മൾ അവിടെ പ്രത്യയം ചേരുന്നത് എന്ന് പറയുന്നത്. അപ്പോ ഈ 3 പ്രത്യയമാണ് തന്മാത്രാ തദ്ധിതത്തിൽ ഒരു വാക്കിന്റെ കൂടെ ചേരുക. 3 പ്രത്യയങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ഈ 3 പ്രത്യയങ്ങൾ വെച്ച് അവസാനിക്കുന്ന മലയാളത്തിലെ വാക്കുകളൊക്കെ തന്മാത്രാ തദ്ധിതങ്ങളാണ്. അപ്പോ ഇതിന് ഉദാഹരണങ്ങളായിട്ട് ക്ലിയർ അല്ലേ? തദ്ധിതത്തിലെ ഒന്നാമത്തെ ഗ്രൂപ്പാണ് തന്മാത്രാ തദ്ധിതം. അത് 3 പ്രത്യയങ്ങളിലാണ് അവസാനിക്കുക. ഒന്നുകിൽ ആ വാക്ക് മാ വെച്ച് അവസാനിക്കും, അല്ലെങ്കിൽ തം വെച്ചാണ് അവസാനിക്കുക, അല്ലെങ്കിൽ ത്വം വെച്ചിട്ടാണ് അവസാനിക്കുക. വെണ്മ, പുതുമ, അതേപോലെ മലയാളിത്തം, കുട്ടിത്തം. ത്വം ആണെങ്കിൽ ഗുരുത്വം, ലഘുത്വം. ഇതൊക്കെയാണ് 3 പ്രത്യയങ്ങളുടെ ഉദാഹരണങ്ങൾ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി മാ വെച്ച് അവസാനിക്കുന്ന തന്മാത്രാ തദ്ധിതത്തിന്റെ കുറച്ച് ഉദാഹരണങ്ങളാണ്. ഒന്ന് നീലിമ, അല്ലെ? അവസാനിക്കുന്നത് മാ വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ പ്രത്യയം മായാണ് ഇവിടെ. അതേപോലെ വെണ്മ, പഴമ, മലയാണ്മ, പുതുമ, ഇതൊക്കെ മാ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഇതിൽ മാ വെച്ച് അവസാനിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്മാത്രാ തദ്ധിതത്തിന്റെ ഉദാഹരണമാണ്. ഇപ്പൊ തന്മാത്രാ തദ്ധിതത്തില് ഒന്നുകിൽ വാക്ക് മാ വെച്ച് അവസാനിക്കും, അല്ലെങ്കിൽ തം വെച്ച് അവസാനിക്കും, അല്ലെങ്കിൽ ത്വം വെച്ച് അവസാനിക്കും. ഇനി ഇതിൽ വേറെ ഉദാഹരണങ്ങളുണ്ട്. നീലിമ, പിന്നെ വെണ്മ പറഞ്ഞു, പഴമ, പുതുമ, പിന്നെ തനിമ. തനിമ എന്നുള്ള അത് തന്നെ ആയിരിക്കുന്നത് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ നമ്മൾ തനിമ എന്ന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മഹിമ പറയാറുണ്ട്. എന്താണ്? തിന്മ. പക്ഷെ തിന്മയും നന്മയും അങ്ങനെ വരുന്ന വാക്കുകളല്ല. ഇത് പുതിയത് എന്നുള്ളൊരർത്ഥം, അല്ലെങ്കിൽ പഴയത് എന്നുള്ളൊരർത്ഥം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ മലയാളത്തിനോട് ചേർന്നത് എന്ന് പറയുമ്പോൾ മലയാണ്മ. വെളുത്തത് എന്ന് പറയുമ്പോൾ, അപ്പൊ അങ്ങനെ നമുക്ക് വാക്ക് രണ്ടായിട്ട് മുറിച്ചാല് ഇതിനോടൊരു കണക്ഷൻ ഇതിന് കുറച്ചും കൂടെ ഉണ്ടാവുമ്പോഴാണ് അത് തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണമാവുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് നമ്മൾ തന്മാത്രാ തദ്ധിതത്തിൽ തം വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണ്. അപ്പോ ഇതിൽ ഒരു ഉദാഹരണം അടിമത്തമാണ്. അടിമത്വമല്ല, അടിമത്തം. മറ്റൊന്ന് കേമത്തം. അപ്പൊ ഈ അടിമത്തം എന്നുള്ള വാക്കിന് മുന്നേ എന്തുണ്ടായിരിക്കണം? ഈ വാക്കായിട്ടുള്ള അടിമ ഉണ്ടാവുന്നത് കൊണ്ടാണ്, അടിമ എന്നുള്ളൊരു നാമം ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ കൂടെ നമ്മൾ തം ചേർത്തിട്ട് അടിമത്തം എന്നുള്ള പുതിയൊരു നാമപദം ഉണ്ടാക്കുന്നത്, അല്ലേ? പിന്നെ കേമത്തം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ കേമം എന്നൊക്കെ പറയുന്ന ആ കഴിവിന്റെ ആ കേമം എന്നുള്ള ആ നാമത്തിന്, അല്ലെങ്കിൽ ഒരാളുടെ പ്രത്യേകമായിട്ടുള്ള ഒരാൾക്കുള്ള ക്വാളിറ്റീനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിനെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ കേമം എന്നുള്ളതിന്റെ കൂടെ കേമത്തം എന്നുള്ളതിലെ തം ചേർക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കി നമുക്ക് കാണാം. അടിമ,
അടിമ എന്നുള്ള നാമത്തിൽ നിന്ന് പുതിയ നാമരൂപമായിട്ടുള്ള അടിമത്തം. ഇപ്പൊ കാട്ടാളൻ എന്നുള്ള നാമത്തിൽ നിന്ന് കാട്ടാളത്തം. പിന്നെ മടയൻ എന്നാണ് വാക്കെന്നുണ്ടെങ്കിൽ മടയത്തം. അപ്പോ ഒരു നാമത്തിനെ അല്ലെങ്കിൽ ആ നാമത്തിനെ നമ്മൾ എഴുതിയതിനു ശേഷം അതിന്റെ കൂടെ തം എന്നുള്ള പ്രത്യയം വരുമ്പോൾ അത് തന്മാത്രാ തദ്ധിതത്തിലെ രണ്ടാമത്തെ ഉദാഹരണമാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാണ്? മാ വരുന്നതായിരുന്നു അല്ലെ? മാ വരുമ്പോ പൊതുവെ ചെറിയ വാക്കുകളാണ് മാ വെച്ച് നമുക്ക് ഉദാഹരണങ്ങൾ. നീലിമ, വെണ്മ, പഴമ, പുതുമ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ. രണ്ടാമത്തേത് അടിമത്തം, കേമത്തം, കാട്ടാളത്തം, മടയത്തം. ഇതിൽ വേറെ ഉദാഹരണങ്ങൾ തന്മാത്രാ തദ്ധിതത്തിൽ തം വെച്ച് അവസാനിക്കുന്നത്. കുട്ടിത്തം. കുട്ടിത്തം അതിനൊരു ഉദാഹരണമാണ്. പിന്നെ മണ്ടത്തം. മണ്ടത്തം വരുന്നുണ്ട്. പിന്നെ വിഡ്ഢിത്തം. വിഡ്ഢിത്തം. വിഡ്ഢി എന്നുള്ള വാക്കുന്നാണ് വിഡ്ഢിത്തം എന്നുള്ള വാക്കുണ്ടാകുന്നത്. അപ്പൊ കൂടെ ചേർന്ന പ്രത്യയം ഏതാണ്? വിഡ്ഢി എന്നതിന്റെ കൂടെ ചേർന്നത് തം. തം എന്നുള്ള പ്രത്യയം ചേർന്നു. 3 പ്രത്യയത്തിന് ചേരാം തന്മാത്രാ തദ്ധിതത്തിൽ എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് മായാണ്, ഒന്ന് ത്വമാണ്, ഒന്ന് തമ്മാണ്. അപ്പോ അടിമത്തം, കേമത്തം, കാട്ടാളത്തം, കുട്ടിത്തം, മടയത്തം, വിഡ്ഢിത്തം എന്നൊക്കെ പറഞ്ഞത് അതിന് ഉദാഹരണമാണ്. പിന്നെ ഇതിൽ ത്വം വരുന്നത് പൊതുവെ സംസ്കൃതത്തിനോട് ബന്ധമുള്ള തന്മാത്രാ തദ്ധിതത്തിലെ ഒരു ഉദാഹരണമാണ്. ത്വം വെച്ച് അവസാനിക്കുന്നത് നമുക്ക് കാണാം. ഗുരുത്വം. ഗുരു എന്ന നാമത്തിൽ നിന്നാണ് പുതിയ നാമരൂപമായിട്ടുള്ള ഗുരുത്വം ഉണ്ടാകുന്നത് അല്ലെ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഗുരു എന്നുള്ള വാക്കിൽ നിന്നാണ്, ഗുരു എന്നുള്ള വാക്കല്ല, ഗുരു ഇവിടെ എന്താണ്? ഒരു നാമമാണ്. അപ്പൊ ഗുരു എന്നുള്ള നാമത്തിൽ നിന്നുണ്ടാവുന്ന പുതിയ നാമരൂപമാണ് ഏത്? ഗുരുത്വം എന്നുള്ളത്. അപ്പൊ 3 പ്രത്യയങ്ങൾ കൂടെ ചേരാന്ന് പറഞ്ഞാൽ ആദ്യത്തേലെ മാ ഉദാഹരണം നമ്മൾ എഴുതി, നീലിമ, വെണ്മയൊക്കെ. രണ്ടാമത്തത് തം എഴുതി. മൂന്നാമത്തതായിട്ടുള്ള സംസ്കൃതത്തിനോട് ബന്ധമുള്ള ത്വമിന്റെ ഉദാഹരണമാണ് പറയുന്നത്. ഒന്ന് ഗുരുത്വമാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള വേറെ ഉദാഹരണമാണ് മൃദു എന്നുള്ള ഒരു നാമമാണ് ആ ഒരു സ്വഭാവത്തെ കാണിക്കുന്നത്. അതിൽ നിന്നാണ് മൃദുത്വം എന്നുള്ള വാക്കുണ്ടാവുന്നത് അല്ലെ? പിന്നെ ലഘു എന്നുള്ളതിനെ ലഘു എന്നുള്ള നാമത്തിന് ശേഷം ത്വം എന്ന് ചേർക്കുന്ന ലഘുത്വം. പിന്നെ അമരം, അമരത്വം എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതൊക്കെ ത്വം വെച്ച് അവസാനിക്കുന്നതാണ്. ഈ മൃദുത്വം, ലഘുത്വം, ഗുരുത്വം എന്നതിനൊക്കെ എന്തുണ്ട്? സംസ്കൃതവുമായിട്ട് ബന്ധമുള്ള തന്മാത്രാ തദ്ധിതമാണ്. തന്മാത്രാ തദ്ധിതത്തിലെ മറ്റ് 2 പ്രത്യയമായിട്ടുള്ള മായും തം, ആ 2 പ്രത്യയങ്ങൾക്ക് എന്തില്ല? സംസ്കൃതത്തിനുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഏതിനുണ്ട്? മൂന്നാമത്തെ കൂടെ ചേർക്കുന്ന പ്രത്യയമായിട്ടുള്ള ത്വമ്മിനാണ് തന്മാത്രാ തദ്ധിതത്തില് സംസ്കൃതവുമായിട്ട് ബന്ധമുള്ളത്. അപ്പൊ നമ്മൾ തദ്ധിതമാണ് പറഞ്ഞത്. ആദ്യം തദ്ധിതം പറഞ്ഞപ്പോ നമ്മള് തദ്ധിതം പല രീതിയിലുണ്ട് എന്ന് പറഞ്ഞു. തദ്ധിതം എന്ന് പറഞ്ഞാൽ നാമത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. നാമത്തിനോട് ബന്ധമുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നാമമല്ല, നാമത്തിൽ നിന്ന് ഉണ്ടാവുന്ന പുതിയ നാമപദങ്ങളാണെന്നും പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ നാമത്തിൽ നിന്ന് ഉണ്ടാവുന്ന പുതിയ നാമപദങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു തദ്ധിതം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടും എന്ത് വേണം? ഒരു നാമം ഉണ്ടായിരിക്കണം. ഒരു നാമത്തിൽ നിന്നാണ് നമുക്കൊരു തദ്ധിതം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നാമം എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ പ്രത്യയങ്ങൾ ചേർത്തോ ഒക്കെ നമുക്ക് അതിനെ എന്തെങ്കിലും അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് അതിന്റെ തദ്ധിത രൂപം കണ്ടെത്താൻ പറ്റാറുള്ളൂ. ക്ലിയർ ആണല്ലോ? നമ്മൾ ആദ്യം പറഞ്ഞ തദ്ധിതത്തിന്റെ ഉദാഹരണങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ തദ്ധിതത്തിന്റെ കാറ്റഗറികളിൽ ഒന്നായിട്ടുള്ള തന്മാത്രാ തദ്ധിതത്തിന്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. തന്മാത്രാ തദ്ധിതത്തിൽ തം, തം, മ ഇങ്ങനെ 3 പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് തന്മാത്രാ തദ്ധിതം നമ്മൾ കണ്ടെത്താറുള്ളത്. പിന്നെ അതിൽ രണ്ടാമത് വരുന്ന തദ്ധിതമാണ്, തദ്ധിതത്തിലെ രണ്ടാമത്തേതാണ് തദ്വ തദ്ധിതം. തദ്വ തദ്ധിതമാണ് ഇതിൽ രണ്ടാമത് വരുന്നത്. തദ്വ തദ്ധിതമാണ് രണ്ടാമത് വരുന്നത്. അപ്പോ ഒരു കാര്യം ഒരു സ്ഥലത്ത് ഉണ്ട് അല്ലെങ്കിൽ അവിടെ അത് ഉണ്ട്, അയാൾക്ക് അത് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് തദ്വ തദ്ധിതം. അത് അതേപോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നതിനാണ് തദ്വ തദ്ധിതത്തിന്റെ ഉദാഹരണങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ഉദാഹരണങ്ങൾ വായിച്ചാൽ അറിയാം. കൊമ്പുള്ളവനെയാണ് നമ്മൾ എന്ത് പറയാ?
കൊമ്പൻ. കൊമ്പൻ. അതേപോലെ മിടുക്കുള്ളവനെ മിടുക്കൻ എന്ന് പറയാറുണ്ട് അല്ലെ. അതേപോലെ തെക്കുള്ളവരെയാണ് നമ്മൾ എന്ത് പറയാ, തെക്കൻ അല്ലെങ്കിൽ തെക്കൻ. വടക്കുള്ളവരെ വടക്കൻ, വടക്കർ എന്ന് പറയാറുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഉള്ളത് അല്ലെങ്കിൽ ഒരാൾക്ക് ഉള്ളത്, ഒരാളുടെ ക്വാളിറ്റി ആവാം, ഒരാൾക്ക് മാത്രം ഉള്ളതാകാം. അപ്പൊ അത് അയാൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ സാധാരണ ഇതിൽ 3 ഉദാഹരണങ്ങൾ നോക്കൂ. തെക്കനായാലും ഇനി നമ്മൾ വടക്കൻ എന്ന് എഴുതിയാലും മിടുക്കൻ എന്ന് എഴുതിയാലും കൊമ്പൻ എന്ന് എഴുതിയാലും ഒക്കെ അവസാനം വരുന്നത് ഇങ്ങനത്തെ അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾ മലയാളത്തിലെ ഏത് അക്ഷരങ്ങളാണ് എന്നൊക്കെ പറയുന്ന ചില്ലക്ഷരങ്ങളിൽ വരുന്ന അക്ഷരങ്ങളാണ് ഇതിൽ വരാറുള്ളത്. അപ്പോ അതവിടെ ഉള്ളത്, ഒരാൾക്കുള്ളത്, അങ്ങനെ തന്നെ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ കൊമ്പുള്ളവനെ കൊമ്പൻ, മിടുക്കുള്ളവനെ മിടുക്കൻ, തെക്കുള്ളവനെ തെക്കൻ. ഇതിന് മറ്റു ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റുമോ? വേറെ ഉദാഹരണങ്ങള് എന്താണ്? കുറുമ്പുള്ളവൻ കുറുമ്പൻ. ഇത് അതിനൊരു ഉദാഹരണം. അവിടെയും നമുക്കറിയാം കുറുമ്പൻ എന്ന് അവസാനം വന്നപ്പോ ഇതേപോലെ തന്നെ കൊമ്പൻ, മിടുക്കൻ, വടക്കൻ എന്നൊക്കെ പറയുന്നത് പോലെ അവസാനിച്ചത് എന്തിലാണ്? എന്നുള്ള അക്ഷരത്തിലാണ് അല്ലെ. അപ്പോ ഈ തദ്വതത്വിതം എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് വ്യക്തികളെയാണ് സാധാരണ തദ്വതത്വിതത്തിൽ പറയാറുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? തന്മാത്ര തദ്വതത്തിൽ മൊത്തത്തില് വ്യക്തികളെ മാത്രമല്ല, നമ്മൾ തന്മാത്ര തദ്വതത്തിന്റെ ആദ്യത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ പ്രത്യയങ്ങൾ ചേരുമ്പോൾ വാക്കുകൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നാമപദങ്ങൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം വരുമ്പോഴാണ് അത് കൂടുതലായിട്ട് തന്മാത്ര തദ്വതത്തിൽ വരിക. പക്ഷെ തദ്വതത്വത്തിൽ അങ്ങനെയല്ല. ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് വേറെ ആൾക്കുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഒരാൾക്ക് ഇല്ലാത്ത വേറൊരാൾക്ക് ഉള്ള ഒരു സാധനത്തിനെയൊക്കെ കാണിക്കുമ്പോഴാണ് ഇത് വരിക. ഉദാഹരണങ്ങൾ വ്യക്തല്ലേ? അപ്പൊ അതാണ് തദ്വതദ്ധിതം എന്ന് പറഞ്ഞ ഒരാളിലുള്ളത്. അത് നോക്കിയാൽ മതി. ഉള്ളത് എന്നുള്ള ആ ഒരു ടേം വെച്ച് നോക്കിയാൽ മതി. അയാൾക്ക് ഉള്ളത് കൊണ്ടാണ് അത് ഉള്ളവനാവുന്നത്. അയാൾ ഉള്ളവൻ അല്ലെ. മിടുക്കൻ, മിടുക്കുള്ളവൻ, കൊമ്പൻ, കൊമ്പുള്ളവൻ. ഇതിൽ നമുക്ക് കാണാം അത് ഉള്ളത്, അവിടെ ഉള്ളത് അല്ലെ. ഗായകൻ എന്ന് പറയുമ്പോ അത് തദ്വതത്തിൽ വരുമോ? അത് വരില്ല. കാരണം കൊമ്പ് എന്നുള്ള വാക്ക് നേരെ ഈ കൊമ്പ് എന്നുള്ള വാക്കിന്റെ പകുതിയും ഇവിടെ ഉണ്ട്, കൊമ്പൻ എന്നുള്ള വാക്കിലുണ്ട്. അപ്പൊ ഗായകൻ എന്ന് ഇവിടെ എഴുതി കഴിഞ്ഞു ഗാനം എന്നല്ലേ അതിന്റെ അപ്പുറത്ത് വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഗാനം എന്ന് എഴുതി കഴിഞ്ഞാൽ ഗായകൻ എഴുതിയ ഗായകൻ എന്നുള്ള വാക്കിന്റെ പൂർണ്ണമായിട്ടും പകുതി പോലും എന്തിൽ വരുന്നില്ല, ഗായകൻ എഴുതുമ്പോ വരുന്നില്ല. അപ്പൊ പാട്ടുകാരൻ വരുമോ? പാട്ടുകാരൻ പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതുമായിട്ട് ചേരും. പക്ഷെ കൂടുതലായിട്ട് ഒരു ഒട്ടും ചേരാത്തത്, അതുമായിട്ട് ഒട്ടും ചേരാത്തത് എന്ന് പറയുന്നത് ഗായകൻ എന്നുള്ള വാക്ക് ചേരില്ല. പാട്ടുകാരൻ എന്നുള്ള വാക്ക് നമുക്ക് അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റും. പക്ഷെ കൂടുതലായിട്ടും നമ്മൾ ഈ വാക്കുകളൊക്കെയാണ് നമ്മൾക്ക് പരീക്ഷകൾക്കൊക്കെ കൂടുതൽ ചോദിച്ചു കാണാറുള്ളത്. മിടുക്കുള്ളത് മിടുക്കി അത് പെടില്ലേ? മിടുക്കുള്ളവൾ മിടുക്കി. മിടുക്കുള്ളത് മിടുക്കൻ മിടുക്കുള്ളവൻ മിടുക്കൻ, മിടുക്കുള്ളവൾ മിടുക്കി. കൊമ്പുള്ളവൾ കൊമ്പി എന്ന് പറയില്ലേ നമ്മള്, അതുപോലെ. തെക്കുള്ളവൾ അത് നമ്മൾ പക്ഷെ അത്ര കൂടുതൽ പറയാറില്ലെങ്കിൽ പോലും എന്ത് പറയാറുണ്ട് നമ്മള്? തെക്കത്തി വടക്കത്തി എന്നൊക്കെ പറയാറുണ്ടല്ലോ. തെക്കത്തി ഇതില് പ്രത്യേകമായിട്ട് അൻ ഈ അതല്ല എടുക്കാറ്. അതെ അതെ. ഉള്ളത് എന്നുള്ളത് എടുക്കാറുണ്ട്. നമ്മള് പൊതുവെ ആണുങ്ങളെ പറയുമ്പോഴാണല്ലോ നമ്മള് മിടുക്കൻ, കൊമ്പൻ എന്നൊക്കെ പറയാറുള്ളത്. ഇതിലുള്ളത് അങ്ങനെ എടുക്കാറുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഉള്ളത് അതിപ്പോ അൻ രണ്ട് പ്രത്യയങ്ങളും അതിനെന്ത് ചേരും? ആ രണ്ട് ചില്ലക്ഷരങ്ങളും ചേരാറുണ്ട്. അപ്പൊ വരുമ്പോഴാണ് അവൾ എന്നതിനായിട്ട് ബന്ധം വരുന്നത് അല്ലേ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ മിടുക്കുള്ളവൾ എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോഴാണ് ഈ മിടുക്കൻ മാറിയിട്ട് ഇവിടെ മിടുക്കി എന്നും കൊമ്പുള്ളവൾ കൊമ്പി അല്ലെ ആവുന്നത്. അപ്പൊ എന്നുള്ളതും എന്നുള്ളതും നമുക്ക് ഇതിൽ ചേർക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ എഴുതിയ ഉദാഹരണങ്ങളിൽ എന്ന് മാത്രമാണ്
ഞാൻ എഴുതി ചേർത്തിട്ടുള്ളൂ. അപ്പൊ എന്നുള്ള അക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്കുകളും ഏതിലാണ് പെടുക? തദ്ധിതത്തിലാണ് പെടാറുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞത് തന്മാത്രാ തദ്ധിതമാണ്, രണ്ടാമത് ഇപ്പൊ പറഞ്ഞത് തദ്ധിതമാണ്. ഇനി ഇതിൽ മൂന്നാമത് വരുന്നത് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമുള്ള പൂരണ തദ്ധിതമാണ്. പൂരണ തദ്ധിതം എന്ന് പറഞ്ഞാൽ പൊതുവെ സംഖ്യകളെയാണ് സൂചിപ്പിക്കുക. സംഖ്യകളെ സൂചിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാം കണ്ണ്, അഞ്ചാമൻ, ഏഴാം കടൽ, രണ്ടാം പാഠം, പത്താം വളവ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ആദ്യം തന്നെ ഒരു സംഖ്യ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇത് പൂരണ തദ്ധിതം എന്നാണ്. ഈ സംഖ്യകളെ റെഫർ ചെയ്തും കൊണ്ട് എഴുതുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ നാമപദങ്ങൾക്ക് നമ്മൾ പറയാം. ഇത് ഈ ഒന്നാം കണ്ണ് എന്നുള്ള നാമപദം പൂരണ തദ്ധിതത്തിന് ഉദാഹരണമാകുന്നത് ഇവിടെ ഒരു അക്കം വരുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പൂരണ തദ്ധിതത്തിൽ കണ്ടെത്താൻ പറ്റും അല്ലെ? അഞ്ചാമൻ, രണ്ടാമൻ, മൂന്നാമൻ, ഏഴാം കടൽ, അഞ്ചാം അധ്യായം, രണ്ടാം പാഠം, പത്താം വളവ്, എട്ടാമത്തെ അടവ്, 18ാമത്തെ അടവ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പൂരണ തദ്ധിതാണ് അല്ലെ? അപ്പൊ എങ്ങനെ അക്കങ്ങളെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടോ അക്കങ്ങളെ വെച്ച് സൂചിപ്പിക്കുന്നതൊക്കെ ഏതിലാണ് പെടുക? പൂരണ തദ്ധിതത്തിലാണ് പെടുക. പൂർണ്ണ തദ്ധിതമാണ് കുറച്ചും കൂടെ ഈ പറയുന്ന തദ്ധിതത്തിന്റെ ഉദാഹരണങ്ങൾ എളുപ്പത്തിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർണ്ണ തദ്ധിതമാണ്. സംഖ്യകളെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് ആദ്യം ഓർക്കേണ്ടത്. പൂർണ്ണ തദ്ധിതത്തില് സംഖ്യകളെയാണ് എന്ത് ചെയ്യുക? ഈ പൂരണ തദ്ധിതത്തിലേ നമ്മുടെ പ്രത്യയം വരുന്നത് അന്നല്ല, പ്രത്യയം ഒന്നാമൻ, ഏഴാമൻ, അങ്ങനെയൊക്കെ പറയുമ്പോ അതെടുക്കില്ലല്ലോ. എടുക്കില്ല. പാഞ്ചാലി എന്നുള്ളത് ഒരു അക്കം അതിന്റെ ഉള്ളിലാണ് വരുന്നത്. ഡയറക്ട്ലി നമ്മൾ എന്ത് പറയുന്നില്ല? 5 എന്നുള്ള അക്കത്തിനെ പറയുന്നില്ലല്ലോ. ഉദാഹരണം അഞ്ചാമൻ എന്നുള്ളത് 5 എന്നുള്ള അക്കം എന്ത് ചെയ്തു? ആദ്യം തന്നെ വന്നു. പക്ഷെ പാഞ്ചാലി എന്ന് എഴുതുമ്പോ അതിൽ 5 എന്നുള്ള ഒരു അക്കം ഉള്ളിലൂടെ സൂചന ഉണ്ടെങ്കിൽ പോലും 5 എന്നുള്ള അക്കം ഡയറക്ട്ലി അതിൽ പ്രസന്റ് അല്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ അഞ്ചാമൻ, ഏഴാമൻ എന്നൊക്കെ പറയുന്ന, രണ്ടാമൻ എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്നുള്ള പ്രത്യയമാണ് വരിക. നമ്മൾ ഇതിൽ ആദ്യം പറഞ്ഞ തദ്ധിതത്തില് എന്നും എള്ളും വരുന്നത് പോലെ ഇവിടെ പൂർണ്ണ തദ്ധിതത്തില് എന്നാണ് വരുന്നത്. ഒന്നാമന്റെ എന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണ തദ്ധിതത്തിലാണ് വരിക. ക്ലിയർ അല്ലേ? തൃക്കണ്ണ് എന്ന് വരുമ്പോഴും വരില്ല. കാരണം അതും നമ്മൾ പാഞ്ചാലി എന്ന് പറയുന്നത് പോലെയാണ്. അത് മലയാളത്തിൽ തന്നെ ഒരു തൃക്കണ്ണ്, മുക്കണ്ണൻ, മുക്കണ്ണൻ എടുക്കാം. അത് കാരണം എന്താണ്? 3 എന്നുള്ള അക്കത്തിന്റെ സൂചന അതിൽ ആദ്യം തന്നെ എന്ത് വന്നു? 3 എന്ന് വന്നു. 3 എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് അത് എടുക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. തൃക്കണ്ണ്, അതേപോലെ പാഞ്ചാലി എന്നൊക്കെ പറയുന്നത് എന്തില്ല, നേരിട്ട് ആ അക്കം ഏതാണെന്ന് വെളിപ്പെടുത്താത്ത പോലെയാണ് എന്ത് ചെയ്യുന്നത്? ആ നാമപദം എഴുതുക അല്ലേ? അതുകൊണ്ടാണ് പൂർണ്ണ തദ്ധിതത്തിൽ അത് പെടാത്തതും ഈ അഞ്ചാമനും ഏഴാമനും ഒക്കെ പെടുന്നതിന്റെയും കാരണം അതാണ്. ഇനി ഇതില് ഒരു തദ്ധിതത്തിന്റെ ഗ്രൂപ്പും കൂടെ വരുന്നുണ്ട്. അത് നാമ നിർമ്മായി തദ്ധിതമാണ്. ഇതിലും ഇതേപോലെ വരുന്നത് അൻ, അൾ എന്നാണ്. മറ്റേത് നമ്മൾ പറഞ്ഞത് എള്ള് എന്നുമാണ്. ഇവിടെ അൻ, അൾ. ഇതും എന്താണ്? അവൻ, അവൾ എന്നൊക്കെ പറയുന്ന അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക. നാമനിർമ്മായി തദ്ധിതം എന്നാണ് ഇതിന് പറയുക. അൻ, അൾ എന്നിങ്ങനെ 2 സൂചനകളാണ് ഇതിലുണ്ടാവുക, അല്ലെങ്കിൽ 2 പ്രത്യയങ്ങളെ പോലെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഒരു കാര്യം കണ്ടത്, കണ്ടവൻ അല്ലെങ്കിൽ കണ്ടവൾ. അന്നും ഇവിടെ വന്നു കണ്ടവൻ എന്ന് പറയുമ്പോൾ. അള്ള എന്നുള്ളത് കണ്ടവൾ എന്ന് പറയുമ്പോഴും വന്നു. ഒരു ചിത്രം വരച്ചവൾ, വരച്ചവൻ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ അൻ, അൾ എന്ന് സൂചിപ്പിക്കുമ്പോ കണ്ടവൻ, കണ്ടവൾ, വരച്ചവൾ, കേട്ടവൻ, കേട്ടവൾ, കാണുന്നവൻ, കേൾക്കുന്നവൻ, കേൾക്കുന്നവൾ, കാണുന്നവൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? നാമനിർമ്മായി തദ്ധിതമാണ്. അപ്പൊ ഒരു നാമം എന്ന് പറയുമ്പോ തന്നെ ഇതിൽ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു എന്ത്? നാമപദത്തിൽ നിന്നുണ്ടാവുന്ന പുതിയ നാമപദമാണ്, അല്ലെങ്കിൽ നാമത്തിൽ നിന്നുണ്ടാവുന്ന പുതിയ നാമപദമാണ് തദ്ധിതം എന്ന് പറഞ്ഞു. അതിൽ തന്നെ
അൻ അൾ എന്ന് വെച്ച് പ്രത്യേകം സൂചിപ്പിക്കുന്നത് അത് കണ്ടത് ആരാണ്? കണ്ടത് അവനാണ്, കണ്ടവൾ, വരച്ചവൾ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടെ അതിനെ സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിക്കുമ്പോൾ അത് നാമനിർമ്മായി തദ്ധിതത്തിലാണ് ഉൾപ്പെടുക. ക്ലിയർ ആണോ? അപ്പൊ നാമനിർമ്മായി തദ്ധിതത്തില് ഒരുപാട് വാക്ക് നമുക്ക് ഉൾപ്പെടുത്താം. നേരത്തെ പറഞ്ഞ പോലെ കാണുന്നവൻ, കേൾക്കുന്നവൻ, കണ്ടവൾ, കേട്ടവൾ, വരച്ചവൾ. പിന്നെ അതിന് ഉദാഹരണങ്ങൾ വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതാണ് പൂരണ തദ്ധിതം പോലെ തന്നെ നാമനിർമ്മായി തദ്ധിതം. പറഞ്ഞവൾ, പറഞ്ഞവൾ, പറഞ്ഞവൻ, പാടുന്നവൾ, പറയുന്നവൻ, പറയുന്നവൾ, കാണുന്നവൾ, ആടുന്നവൾ. എന്താണ്? അറിഞ്ഞവൾ എഴുതാം, അറിയുന്നവൻ എഴുതാം അല്ലെ? അപ്പൊ അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് നാമനിർമ്മായി തദ്ധിതത്തിൽ കണ്ടെത്താം. ഇതൊന്നും കൂടെ പറയാം ആദ്യം മുതല്. തദ്ധിതമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? തദ്ധിതം എന്താണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ നാമത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് തദ്ധിതം എന്ന് നമ്മൾ പറഞ്ഞു. എന്തിൽ നിന്നാണ് തദ്ധിതം ഉണ്ടാവുന്നത്? നാമം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നുകിൽ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ ഒക്കെ സൂചിപ്പിക്കുന്നതിനാണ് നാമം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. നാമം പലതരത്തിലുണ്ട്. സർവനാമാവാം, സമൂഹനാമാവാം, അങ്ങനെ പലതരത്തില് നാമങ്ങളുണ്ട്. അപ്പൊ ആ ഒരു നാമത്തിൽ നിന്ന് വീണ്ടും ഡെവലപ്പ് ചെയ്തുണ്ടാവുമ്പോഴാണ് ഒരു തദ്ധിതം ഉണ്ടാവുക. നാമത്തിന് തുല്യമായിട്ട് തന്നെ നമുക്ക് എന്തിനെ കാണാം? ഒരു തദ്ധിതത്തിനെ കാണാൻ പറ്റും. പക്ഷെ അതെന്തല്ല, നാമമാണോ? അല്ല, നാമത്തിൽ നിന്നുണ്ടാകുന്നത്. നാമത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. പക്ഷെ പൂർണ്ണമായിട്ട് അതിനെ ഒരു നാമം എന്ന് വിളിക്കാൻ പറ്റില്ല. നാമപദം എന്നൊക്കെ നമുക്ക് വിളിക്കാം. എന്ത് വിളിക്കാം? നാമപദം എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലേ? അപ്പൊ നാമത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്, നാമപദമാണെന്ന് പറഞ്ഞു. എന്നാൽ പൂർണ്ണമായിട്ടും അതെന്തല്ല, ഒരു നാമമല്ല. പിന്നെ പ്രധാനമായിട്ടും എന്താണ്? നാമം ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുള്ളൂ? തദ്ധിതം ഉണ്ടാവുള്ളൂ. തദ്ധിതം ഉണ്ടാവുള്ളൂ. നാമമില്ലാതെ തദ്ധിതത്തിന് എന്തില്ല? നിലനിൽപ്പില്ല എന്നൊക്കെ നമുക്ക് പറയാം. കാരണം എന്താണ്? തദ്ധിതം ഉണ്ടാവുന്നത് ഈ നാമത്തിൽ നിന്നല്ലേ? അതെ. അതുകൊണ്ട് തദ്ധിതം നാമം ഇല്ലാതെ എന്ത് ചെയ്യില്ല? ഒരു തദ്ധിതം നിലനിൽക്കില്ല. പിന്നെ അതിന് നമ്മൾ ഉദാഹരണം എഴുതി. ഇപ്പൊ ജനകൻ എന്നൊരു വാക്ക്, അല്ലെങ്കിൽ ജനകൻ എന്നുള്ളത് എന്തല്ല? ഒരു നാമമാണ്, വാക്കല്ല, ഒരു നാമം. ആ ജനകൻ എന്ന നാമത്തിൽ നിന്ന് പിന്നീട് ഉരുത്തിരിഞ്ഞു വന്ന പോലെയുള്ള ഒരു നാമപദമാണ് എന്ത്? ജാനകി, ജനകന്റെ മകൾ അല്ലെ? അപ്പോ ജനകൻ എന്നുള്ള വാക്കിന്റെ തദ്ധിതമാണ് ഇത്, തദ്ധിത രൂപമാണ് ജാനകി അല്ലെ? വേറൊരു ഉദാഹരണം, ഞാൻ നേരത്തെ പറയാത്തൊരു ഉദാഹരണമാണ് ദശരഥം എന്ന് നമ്മൾ പറയും അല്ലെ? ദശരഥം എന്ന് പറഞ്ഞ ഒരു നാമമാണ്. ദശരഥം എന്ന് പറയുമ്പോ ദശരഥൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു നാമപദമായിട്ട് നമുക്ക് കാണാം. 10 സ്ഥലത്തേക്ക് രഥം അയക്കാൻ കഴിവുള്ളയാൾ ദശരഥൻ അല്ലെ? ഈ ജാനകി പോലെ തന്നെയാണ് എന്ത്? ദശരഥം എന്നുള്ള വാക്കുന്ന് ദശരഥൻ ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ ദശരഥം എന്നുള്ള നാമത്തിൽ നിന്നുണ്ടാവുന്ന തദ്ധിത രൂപം അല്ലെങ്കിൽ നാമപദമാണ് ദശരഥൻ. ദശരഥം ഇല്ലാതെ എന്ത് വാക്കുണ്ടാവില്ല, അല്ലെങ്കിൽ എന്ത് നാമപദം ഉണ്ടാവില്ല? ദശരഥൻ ഉണ്ടാവില്ല. ജനകൻ ഇല്ലാതെ ജാനകി ഇല്ല എന്ന് പറയുന്ന പോലെ ദശരഥൻ എന്നുള്ള വാക്കുന്ന് മാത്രമാണ്, അല്ലെങ്കിൽ ആ നാമത്തിന്ന് മാത്രമാണ് പുതിയ നാമപദമായിട്ടുള്ള, പുതിയ നാമരൂപമായിട്ടുള്ള ദശരഥൻ ഉണ്ടാവുക. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞത് ഭീമൻ. ഭീമൻ എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞു. ഭീമൻ എന്നുള്ള ഉദാഹരണം പറഞ്ഞപ്പോ ഭൈമി, ഭീമന്റെ മകൾ ഭൈമി നമ്മൾ പറയും. അപ്പോ ഭൈമി എന്നുള്ള പുതിയ നാമരൂപം ഉണ്ടായത്, അല്ലെങ്കിൽ പുതിയ തദ്ധിതം ഉണ്ടാകുന്നത് ഭീമൻ എന്നുള്ള ആദ്യത്തെ നാമത്തിൽ നിന്നാണ്. അപ്പൊ ഭീമൻ എന്നുള്ള നാമത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തത് അതിന്റെ തദ്ധിത രൂപമാണ് ഇത്, ഭൈമി, ഭീമന്റെ മകൾ ഭൈമി. അതേപോലെ നമ്മൾ പറയും സൈരന്ധ്രം എന്ന് നമ്മൾ പറയും. സൈരന്ധ്രം എന്താ? സൈരന്ധ്ര രാജ്യം എന്നൊക്കെ പറയും. സൈരന്ധ്രിയുടെ രാജ്യമാണ് സൈരന്ധ്രം. പാഞ്ചാലം എന്ന് പറയുന്ന പോലെ സൈരന്ധ്രം എന്ന് പറയുമ്പോൾ സൈരന്ധ്രം എന്നുള്ള വാക്കുന്നാണ് സൈരന്ധ്രി എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ സൈരന്ധ്രം എന്നുള്ള നാമത്തിൽ നിന്ന്
സൈരന്ധ്രി എന്നുള്ള പുതിയ നാമപദം അല്ലെങ്കിൽ സൈരന്ധ്രത്തിന്റെ തദ്ധിതമാണ് സൈരന്ധ്രി. പാഞ്ചാലത്തിന്റെ തദ്ധിതമാണ് ദശമുഖം എന്ന് പറയുമ്പോ ദശമുഖം എന്ന് പറയാൻ പാടില്ലേ? ദശമുഖൻ പറയാം. ആ 10 മുഖമുള്ളവൻ, 10 മുഖം എന്നാണ് ദശമുഖം. ദശമുഖൻ എന്ന് പറഞ്ഞാൽ 10 മുഖമുള്ളവൻ. പക്ഷെ നമ്മൾ എന്ത് പറയില്ലേ, രാവണൻ എന്ന് പറയുമ്പോൾ അതിലെന്തില്ല, ആ ഒരു അർത്ഥം വരുന്നുണ്ടോ? ഇല്ല. അതാണ് അതിന്റെ വ്യത്യാസം. അതിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ദശം എന്നുള്ള സംഖ്യയെ പൂർണ്ണ തദ്ധിതത്തിൽ നമ്മൾ മറ്റേ ഉദാഹരണം പറഞ്ഞ പോലെ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അതിന് ആ തദ്ധിത എഴുതാൻ പറ്റുക. ക്ലിയർ അല്ലേ? നമ്മൾ പാഞ്ചാലം എന്ന് എഴുതി. ഇപ്പൊ പാഞ്ചാല ദേശം എന്ന് പറയുന്ന പാഞ്ചാലം എന്നുള്ള നാമത്തിൽ നിന്നാണ് പാഞ്ചാലി എന്നുള്ള വാക്കുണ്ടായിരുന്നതിന്റെ ഒരു കാരണം അതാണ്. അപ്പൊ പുതിയൊരു നാമരൂപം അല്ലെങ്കിൽ അതിന്റെ തദ്ധിത നാമമായിട്ട് നമുക്ക് എന്ത് കാണാം, പാഞ്ചാലി എന്നുള്ള നാമപദത്തിന് കാണാം. ദശരഥൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ഇനി തദ്ധിതത്തിന്റെ പല തരങ്ങൾ അല്ലെങ്കിൽ പല കാറ്റഗറികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിലൊന്ന് തന്മാത്രാ തദ്ധിതമാണ്. ഇതില് 3 പ്രത്യയങ്ങളാണ് വാക്കിന്റെ കൂടെ ചേരുക അല്ലെങ്കിൽ നാമത്തിന്റെ കൂടെ, നാമപദത്തിന്റെ കൂടെ ചേരുക. ആ പ്രത്യയങ്ങൾ ഏതൊക്കെയായിരുന്നു? മാ ചേരുന്നുണ്ട്, തം ചേരുന്നുണ്ട്, ത്വം ചേരുന്നുണ്ട്. മാക്ക് ഉദാഹരണങ്ങൾ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? ഒരു വാക്കിന്റെ കൂടെ മാ ചേരും. നീലിമ, പഴമ, മലയാണ്മ, പെരുമ അല്ലെ? പെരുമ പറയാറുണ്ട്, പക്ഷെ വലിയ പേരെടുത്തത് എന്നുള്ള അർത്ഥത്തിൽ പെരുമ നമുക്കതിൽ ഉൾപ്പെടുത്താം. കൂടുതലായിട്ട് ചേരുക ഏതാണ്? നീലിമ, വെണ്മ, പഴമ, പുതുമയൊക്കെയാണ് അതിന് കൂടുതലായിട്ട് ചേരുന്ന, വെണ്മയൊക്കെയാണ് കൂടുതലായിട്ട് ചേരുന്ന വാക്കുകൾ. പിന്നെ തം ആണ് പറഞ്ഞത് തന്മാത്ര തദ്ധിതത്തിൽ. തമ്മിന് ഉദാഹരണങ്ങള്, തമ്മ ചേരുന്ന പ്രത്യയം ചേരുന്ന ഉദാഹരണങ്ങള് മഹത്വം വരില്ലേ? തം ആണ്. അടിമത്തം, കുട്ടിത്തം, ചാട്ടാളത്തം, വഷളത്തം പറയൂലേ? വഷളത്തം പറയാം. അതൊക്കെയാണ് തമ്മിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തത് സംസ്കൃതവുമായിട്ട് ബന്ധമുള്ള ത്വം അല്ലെ? ഏതൊക്കെയായിരുന്നു ത്വം വെച്ച് വരുന്നത്? ത്വം എന്ന ദൃഢത്വം പറയാം നമുക്ക്. ദൃഢമായത്, ദൃഢത്വം. അതിന്റെ ക്വാളിറ്റി പറയുന്ന പോലെ ദൃഢത്വം ഉണ്ട് അല്ലെങ്കിൽ ദൃഢത്വം നമുക്ക് പറയാം. പിന്നെ മൃദുത്വം, ലഘുത്വം, ഗുരുത്വം, ഭീരുത്വം പറയാം. പിന്നെ അതിന് കൂടുതലായിട്ടും ഏതിനായിട്ടാണ് ബന്ധം? സംസ്കൃത പദങ്ങളോടാണ് ത്വം എന്നുള്ള പ്രത്യയം വരുന്ന തന്മാത്ര തദ്ധിതത്തില് കൂടുതലായിട്ട് ബന്ധമുള്ളത് അല്ലെ? ഗുരുത്വമാണെങ്കിലും ലഘുത്വമാണെങ്കിലും സംസ്കൃതത്തിനോടൊരു ചായ്വ് അതിന് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഈ വാക്കുകളിലൊക്കെ നമുക്ക് കാണാം. നമ്മൾ നീലിമ ഒക്കെ മാക്ക് ഉദാഹരണമാണ് പറഞ്ഞത്. പഴമ, മലയാണ്മ, പുതുമ, വെണ്മ. അതേപോലെ തം വരുമ്പോ കേമത്തം പറഞ്ഞു നമ്മള്. അടിമത്തം, മടയൻ, മടയത്തം, കാട്ടാളൻ, കാട്ടാളത്തം, അടിമ, അടിമത്തം, കേമൻ, കേമത്തം അല്ലെ? ക്ലിയർ അല്ലേ? മൂന്നാമത്തത് ത്വം വരുന്നത് മൃദു, മൃദുത്വം, ലഘു, ലഘുത്വം, അമരം, അമരത്വം, ദൃഢം, ദൃഢത്വം. ഇതൊക്കെയാണ് മൂന്നാമത്തേതിന് ഉദാഹരണമായിട്ടുള്ള തന്മാത്ര തദ്ധിതത്തിലെ മൂന്നാമത്തേതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത്. തം, മ, ത്വം അല്ലെ? ഇനി രണ്ടാമത്തത് തദ്വതദ്ധിതം. തദ്ധിതത്തിന്റെ രണ്ടാമത്തെ കാറ്റഗറിയാണ് തദ്വതദ്ധിതം. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഇന്നോ ഉള്ളോ ഉപയോഗിച്ച് അവസാനിക്കുന്ന വാക്കുകള്, ഒരു കാര്യം ഉള്ളത്, അവിടെ ഉള്ളത്, അത് ഉള്ളത് എന്നൊക്കെ പറയുന്ന പോലെ എഴുതുന്നതിനെയാണ് തദ്വതദ്ധിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക. കൊമ്പുള്ളവൻ, കൊമ്പൻ, കൊമ്പുള്ളവൾ എന്താ വരിക? മിടുക്കുള്ളവൻ, മിടുക്കൻ, മിടുക്കുള്ളവൾ, മിടുക്കുള്ളവൻ, തെക്കൻ, വടക്കുള്ളവൻ, വടക്കൻ, വടക്കൻ. അങ്ങനെയൊക്കെ വരുന്ന
വെച്ച് വരുന്നതോ അല്ലെങ്കിൽ വെച്ച് അവസാനിക്കുന്നതോ ആയിട്ടുള്ള ആ ചില്ലാക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഒരുവിധം വാക്കുകളൊക്കെ തദ്ധിതത്തിലാണ് സാധാരണയായിട്ട് ഉൾപ്പെടുക. ക്ലിയർ ആണോ? മിസ്സേ ക്ലിയർ ആണ്. അപ്പൊ അതിൽ കൂടുതലായിട്ടും ഒരു കഴിവിനെയൊക്കെ, ഒരാൾക്കുള്ള ഒരു ക്വാളിറ്റീനെയൊക്കെ പറയുമ്പോഴാണ് കൊമ്പുള്ളത്, മിടുക്കുള്ളത്, തെക്കുള്ളത്, ഒരു സ്പെസിഫിക് ആയിട്ട് അയാൾക്കുള്ള ഒരു പ്രത്യേകതയെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, തദ്ധിതത്തിൽ ഇന്നും ഉള്ളും ഉപയോഗിക്കുക, അല്ലെ? ഇനി പൂരണ തദ്ധിതം നമ്മൾ പറഞ്ഞു. പൂരണ തദ്ധിതം എന്താണ്? സംഖ്യകളെയാണ് സൂചിപ്പിക്കുക. ഡയറക്റ്റ് ആയിട്ട് സംഖ്യകളെ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ അതെന്താണ്? ആ നാമപദം പൂർണ്ണ തദ്ധിതമായിരിക്കും. ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമൻ, അഞ്ചാമൻ, മൂന്നാമൻ, ഏഴാം കടൽ, അഞ്ചാം പാഠം, പത്താം വളവ്, കുറെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ? മുക്കണ്ണൻ ഒക്കെ അല്ലെ ഉദാഹരണങ്ങൾ? മുക്കണ്ണൻ, അഞ്ചാമൻ, ഏഴാമൻ, രണ്ടാം പാഠം, പത്താം വളവ്, ഒന്നാം കണ്ണ്, 18 പടി ഒക്കെ വരും അല്ലെ? അതിലൊക്കെ എന്തുണ്ട്? അക്കങ്ങളെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൂചിപ്പിക്കുന്നുണ്ട്. ആ നാമപദങ്ങളിലൊക്കെ അക്കങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. എന്നാൽ തൃക്കണ്ണ് എന്ന് എഴുതുമ്പോഴോ അതേപോലെ പാഞ്ചാലി എന്ന് എഴുതുമ്പോഴോ അതിനെ പൂർണ്ണ തദ്ധിതത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മള്. മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ, 18 പടി വരുമോ? അൻ മാത്രമല്ലേ പ്രത്യയമുള്ളൂ? എന്താണ്? അൻ മാത്രമല്ലേ പ്രത്യയമുള്ളൂ? അപ്പൊ 18 പടി എടുക്കാൻ പറ്റില്ല. അതിലൊരു അക്കം സംഖ്യകളെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ആം എന്നുള്ളതാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. എന്നും ആമും. പക്ഷെ ഇത് സംഖ്യയെ ഡയറക്റ്റ് സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇപ്പൊ മുക്കണ്ണൻ എന്ന് പറയുമ്പോൾ ഒക്കെ എന്ന് വരുന്നുണ്ട്. പക്ഷെ ഇത് സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ്, നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അതെ. ഏതാണ് പഞ്ചാംഗം? അത് നമ്മൾ തൃക്കണ്ണ് എന്ന് പറഞ്ഞ പോലെയാണ്. പഞ്ചപാണ്ഡവരോ? അതും ഇതേപോലെ എന്ത് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ തൃക്കണ്ണ് എന്ന് പറഞ്ഞ പോലെ ഒരു വാക്കാണല്ലോ. ഡയറക്റ്റ് പറയുന്നില്ലല്ലോ 5 എന്നുള്ളത്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇതിലിപ്പോ ഒന്നാമനായാലും അഞ്ചാമനായാലും ഏഴാം കടലും 10ാം വളവൊക്കെ ആയാലും എന്തുണ്ട്? സംഖ്യയെ കുറിച്ചാണ്, സംഖ്യയുടെ ഡയറക്റ്റ് സൂചനയാണ് ആദ്യം കൊടുക്കുന്നത് അല്ലെ? അതെ. എന്നിട്ടാണ് ആ വസ്തുവില് അല്ലെങ്കിൽ ആ സാധനത്തിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ അക്കമാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം പറയുന്നത് അല്ലെങ്കിൽ ആദ്യം എഴുതുന്നത് ഏതാണ്? അക്കാണ് അല്ലെ? എത്രാമൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അഞ്ചാമൻ ആദ്യം തന്നെ ഉണ്ട്. അപ്പൊ സംഖ്യകൾ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ വാക്ക് തുടങ്ങുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് തന്നെ അല്ലേ? ഇനി അവസാനം പറഞ്ഞത് നാമനിർമ്മായി തദ്ധിതമാണ്. ഇത് കണ്ടവൻ, കണ്ടവൾ, അന്നോ അള്ളോ വെച്ച് അവസാനിക്കുന്ന വാക്കുകൾ അല്ലെ? കുറെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതിന് അൻ, അൾ ഒക്കെ വെച്ച് അവസാനിക്കുന്നതിനെയാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? പറഞ്ഞവൻ, പാടുന്നവൻ, പാടുന്നവൾ, പിന്നെ വരച്ചവൻ, കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ, അറിയുന്നവൾ, അറിയുന്നവൾ അല്ലെ? അങ്ങനത്തെ ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അന്നോ അള്ളോ ആയിരിക്കും അവിടെ എന്ത്? അതിന്റെ അവസാനം, ആ വാക്കിന്റെ അവസാനം സാധാരണയായിട്ട് ഉണ്ടാവുക. ഇതിൽ ഏത് ഉദാഹരണങ്ങളും എന്ത് കാണാം? കണ്ടവൻ, കണ്ടവൾ, വരച്ചവൾ, കാണുന്നവൻ, അറിയുന്നവൾ, അറിഞ്ഞവൾ, അറിഞ്ഞവൻ അല്ലെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ തദ്ധിതത്തില് എല്ലാ ഉദാഹരണങ്ങളും നമ്മളിപ്പോ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു. തദ്ധിത എന്താണെന്ന് പറഞ്ഞു, നാമത്തിന് തുല്യമായിട്ടുള്ള നാമപദങ്ങളാണെന്ന് പറഞ്ഞു, നാമത്തിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. എന്നാൽ നാമമാണ് തദ്ധിതം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നാമത്തിനുമായിട്ട് വളരെ കണക്ഷൻ ഉള്ള, നാമത്തിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന, നാമല്ലാതെ ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെയാണ് നമ്മൾ തദ്ധിതം എന്ന് പറയുക. നാമമില്ലാതെ എന്ത് ചെയ്യില്ല? തദ്ധിതം നിലനിൽക്കില്ല. അല്ലെങ്കിൽ നാമത്തിൽ നിന്ന് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? തദ്ധിതം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ നാമത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ തദ്ധിതത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നാമം എന്താണെന്ന് തദ്ധിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ക്ലിയർ ആവും. എന്താണ്? ഒരു വ്യക്തിയോ വസ്തുവിനെയോ സാധനത്തിനെയോ സ്ഥലത്തിനെയോ ഒക്കെ സൂചിപ്പിക്കാനാണ് നാമം ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു.
പിന്നെ നമ്മൾ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ബാലൻ എന്നുള്ള വാക്കിന്റെ അല്ലെങ്കിൽ നാമത്തിന്റെ തദ്ധിതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതിൽ പെടുകയാണെന്നില്ല. തദ്ധിതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ബാലൻ എന്നുള്ള വാക്കിന്റെ തദ്ധിതം? ബാല്യം. ബാല്യം. അതേപോലെ കുട്ടി എന്നുള്ള വാക്കിന്റെ തദ്ധിതം ഗുരു എന്നുള്ള വാക്കിന്റെ ഗുരുത്വം. ആ ഗുരുത്വം വരുന്നത് ഏത് തദ്ധിതത്തിലായിരുന്നു? ഏത് തദ്ധിതത്തിന്റെ ഉദാഹരണത്തിലാണ് ഗുരുത്വം വരിക? ഏത് ഗ്രൂപ്പിലാണ്? തദ്ധിതത്തിലെ ത്വം വരുന്ന ഇതിലാണ് വരുന്നത് അല്ലേ? അതെ. ഇനി അതിൽ തന്നെ തം എന്ന് വരുന്നത് ഏതിലായിരുന്നു? ഏത് തന്മാത്ര ഏത് ഗ്രൂപ്പിലാണ്? തദ്ധിതത്തിന്റെ ഏത് ഗ്രൂപ്പിലാണ് തം വരുന്നത്? മടയൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ തദ്ധിത രൂപം ഏതായിരുന്നു? മടയത്തം. വിഡ്ഢി എന്നുള്ളതാണെങ്കിൽ അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് ഇപ്പോ പൂരണ തദ്ധിതത്തിന്റെ പ്രത്യേകതയായിട്ട് എന്താണ്? സംഖ്യകളെ എടുത്തു പറയുന്ന തരത്തിലാണ് അത് എഴുതുന്നുണ്ടാവുക. ഏഴാം കടൽ എന്നൊക്കെ പറയുന്ന ഒന്നാം പാഠം എന്ന് പറയുന്ന രണ്ടാം പാഠം എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? പൂരണ തദ്ധിതമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ദശരഥം എന്ന് എഴുതുകയാണെങ്കിൽ ദശരഥം എന്നുള്ള വാക്കിന്റെ തദ്ധിതം ദശരഥൻ. ദശരഥൻ എന്നും എഴുതാം, ദാശരഥി എന്നും പറയാം അല്ലെ? ദശരഥന്റെ മകനല്ലേ ദാശരഥി? ഭീമൻ എന്ന് എഴുതുകയാണെങ്കിൽ അതിന്റെ തദ്ധിതം ഭൈമി. ഭീമൻ എന്നുള്ള നാമത്തിൽ നിന്നുണ്ടാവുന്ന പുതിയ നാമപദമാണ് ഏത്? ഭൈമി. കേക്കുന്നില്ലേ? ഹലോ, കേക്കുന്നില്ലേ? ഭീമൻ എന്നുള്ള വാക്കിന്റെ തദ്ധിത രൂപം അല്ലെങ്കിൽ ഭീമ നാമത്തിന്റെ പുതിയ നാമപദമായിരുന്നു ഏത്? അപ്പോ പിന്നീട് നമ്മൾ പറഞ്ഞു സൈരന്ധ്രം എന്ന് എഴുതുകയാണെങ്കിൽ സൈരന്ധ്രം എന്നുള്ള വാക്കിന്റെ തദ്ധിത രൂപം സൈരന്ധ്രി. പിന്നെ പാഞ്ചാലം, പാഞ്ചാല ദേശം, പാഞ്ചാലി. പിന്നീട് ഇപ്പൊ കണ്ടവൻ അല്ലെങ്കിൽ അറിഞ്ഞവൻ, കേട്ടവൾ എന്നൊക്കെ ഉള്ളത് ഏത് തദ്ധിത രൂപത്തിലാണ് പെടുന്നത്? അവസാനം പറഞ്ഞതായിരുന്നു നാമനിർമ്മായി തദ്ധിതം. അതിലാണ് അത് ഉൾപ്പെടുന്നത്. ഇനി മലയാണ്മ അല്ലെങ്കിൽ വെണ്മ എന്നൊക്കെ വരുന്നത് ഏത് തദ്ധിതമാണ്? തന്മാത്ര തദ്ധിതം. ഏത് മൂന്ന് പ്രത്യയങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്? മൂന്ന് പ്രത്യയങ്ങള് മായോ ഉപയോഗിച്ചു. അതിൽ ഒന്നിന് മാത്രം ഏതുമായിട്ട് ബന്ധമുണ്ട്? മലയാളത്തിനോട് കൂടെ മറ്റ് സംസ്കൃത ഭാഷയോടും കൂടെ ബന്ധം ഉണ്ടാകുമ്പോഴാണ് ത്വം, ഗുരുത്വം, പിന്നെ ലഘുത്വം, മൃദുത്വം, വീരുത്വം, അമരത്വം ഒക്കെ നമ്മൾ പറഞ്ഞത് അതിലെ മൂന്നാമത്തെ പ്രത്യയമായിട്ടുള്ള തന്മാത്ര തദ്ധിതത്തിന്റെ മൂന്നാമത്തെ പ്രത്യയമായിട്ടുള്ള ത്വം അതിന്റെ കൂടെ ചേരുമ്പോഴാണ്. സംസ്കൃതമായിട്ട് ബന്ധമുള്ള ത്വം അതിന്റെ കൂടെ ചേരുമ്പോഴാണ് അല്ലേ? ക്ലിയർ ആണോ തദ്ധിതം? പിന്നെ തദ്ധിതത്തിന് ഉദാഹരണം എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ പ്രത്യയങ്ങളാണ്, ചില്ലക്ഷരങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക തദ്ധിതത്തില്? നോ ഉള്ളോ ഉപയോഗിക്കുന്നു അല്ലെ? കൊമ്പുള്ളവൻ, കൊമ്പൻ എന്ന് പറയുന്നത്. അതേപോലെ മിടുക്കൻ. അതേപോലെ തെക്കൻ, വടക്കൻ. തെക്കൻ, വടക്കൻ എന്നൊക്കെ പറയുന്നത് ഏതിന് ഉദാഹരണമായിരുന്നു? എന്താണ്? കേമത്വമുള്ളവൻ അല്ലെങ്കിൽ നല്ല കേമം എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ് ഏതുണ്ടാവുന്നത്? കേമൻ, കേമി എന്നൊക്കെ പറയുമല്ലോ നമ്മള്.
അതുണ്ടാവുന്നത്. അതും തദ്ധിതത്തിന് ഉദാഹരണമാണ്. അപ്പൊ പൂരണ തദ്ധിതം പറഞ്ഞു, സംഖ്യകളെ സൂചിപ്പിക്കുന്ന പൂരണ തദ്ധിതം. നാമനിർമ്മായി തദ്ധിതമായിട്ടുള്ള കണ്ടവൻ, കണ്ടവൾ, വരച്ചവൾ, വരച്ചവൻ, കാണുന്നവൻ, വരയ്ക്കുന്നവൻ, വരയ്ക്കുന്നവൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മൃദുത്വം, ദൃഢത്വം എന്നൊക്കെ പറഞ്ഞ ത്വം എന്നുള്ള പ്രത്യയം വരുന്ന തന്മാത്രാ തദ്ധിതം പറഞ്ഞു. അതാണ് ആദ്യം പറഞ്ഞത്. തദ്ധിതം എന്ന് പറഞ്ഞ എന്താണെന്നാണ് പറഞ്ഞത്? നാമത്തിൽ നിന്നുണ്ടാവുന്ന വേറൊരു നാമപദം. നാമത്തിന് തുല്യമായിരിക്കും. നാമമുണ്ടെങ്കിലേ അത് നിലനിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ പൂർണ്ണമായിട്ടും അതെന്തല്ല, നാമമല്ല. നാമത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ നാമത്തിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്ത് വരിക. പക്ഷെ അതെന്തല്ല, നാമമായിരിക്കില്ല. നാമമായിട്ട് ഒരു ബന്ധമാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇനി ചോദ്യങ്ങൾ എങ്ങനെയാണ്? ചോദ്യങ്ങൾ ഇപ്പോ ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് അടുത്ത ക്ലാസ് മുതൽ? ചോദ്യങ്ങള് ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ സ്ലൈഡ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്താൽ മതിയോ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ അത് വായിച്ചു വെച്ചത് നിങ്ങളുടെ അടുത്ത് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത്. അടുത്ത ക്ലാസ് മുതൽ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ ഇടാം. അങ്ങനെ ചെയ്താ പോരെ? ഈ സ്ലൈഡുകൾ എന്തെങ്കിലും ക്ലിയർ ആവാത്തതില്ലല്ലോ? ഇനി ഏതെങ്കിലും സ്ലൈഡ് റിപ്പീറ്റ് ചെയ്യണം? ഇല്ല, എല്ലാം ക്ലിയർ ആണ്. തദ്ധിതം ക്ലിയർ ആണ്. തന്മാത്രാ തദ്ധിതം പറഞ്ഞു. ഉദാഹരണങ്ങള് മാ വരുന്ന ഉദാഹരണം തം, ത്വം വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ത്വം അല്ലേ? വായിച്ചു നോക്കിക്കോളൂ. ക്ലിയർ അല്ലേ? അവസാനം പറഞ്ഞ നാമനിർമ്മായ തദ്ധിതം വരെ ക്ലിയർ ആണ്. അപ്പൊ എന്നാ ഇന്ന് ക്ലാസ്, ഇനി അടുത്ത ക്ലാസ് മുതൽ ഞാൻ ഇന്നത്തേതിന്റെ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാത്തതും കൂടെ ഇതിൽ ഞാൻ അടുത്ത സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്യാം, പുതിയ നോട്ട് ഇടുമ്പോ. ഓക്കെ അല്ലേ? Thank you.